എല്ലാവരെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആരാധനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് ഈ ആരാധന പങ്കുകൊള്ളുന്നവരെയും സർവശക്തിയുള്ള ദൈവം പ്രത്യേകാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം വെളിച്ചമാകുന്നു, അവന് ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. അവിടത്തെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെയും സൃഷ്ടിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവായിരിക്കാൻ അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ. പാപമൊഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യമായി തീർന്നവനും ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനായ ദൈവമേ, അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങേക്ക് സകല മഹത്വവും സ്തുതിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് അങ്ങയിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധന സമയത്ത് അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെട്ടു തരയണമേ. അവിടുത്തെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളേറ്റു പറഞ്ഞ് ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും അറിഞ്ഞും അറിയാതെയും പലതരത്തിലുള്ള പാപങ്ങൾ ചെയ്തു പോയി. ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നാം പിഴച്ച നമ്മുടെ പിഴകളെ നമുക്ക് മനസ്സിലാക്കി കർത്താവിന്റെ കരുണയ്ക്കും മനസ്സലിവിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. നാലാമത്തെ പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ,
വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിന കുറ്റനിമിത്തം ഞങ്ങൾ അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് തിരുമുൻപാകെ ഏറ്റു പറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷത്തിലും ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവങ്കിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാവച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നുവെങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. ആമേൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്നേക്കുള്ള പ്രത്യേക പ്രാർത്ഥന CSI CNI മർത്തോമ ഐക്യ ആഘോഷം. തണ്ടിന്മേൽ കത്തിച്ചു വച്ച വിളക്ക്. പ്രാർത്ഥിക്കാം. നിത്യപ്രകാശമായ ദൈവമേ, അന്ധകാരത്തെ അകറ്റുവാൻ ഈ ലോകത്തിന്റെ വെളിച്ചമായി വന്ന യേശുക്രിസ്തുവിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിശ്വാസ സമൂഹത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വൈവിധ്യങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഏകടയനായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏക ആട്ടിൻകൂട്ടമാണ് ഞങ്ങളെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഐക്യമുള്ളവരായിരിക്കാനും വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുന്നതോടൊപ്പം ഭിന്നതകൾ തരണം ചെയ്യുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. വൈവിധ്യങ്ങൾ ഞങ്ങളുടെ ഐക്യത്തെ ശക്തിപ്പെടുത്തുവാൻ കാരണമാകണമേ. അന്ധകാരം ഞങ്ങളെ കീഴ്പ്പെടുത്തുവാൻ സമ്മതിക്കാതെ തണ്ടിന്മേൽ കത്തിച്ചു വച്ച വിളക്ക് പോലെ അന്ധകാരത്തെ അകറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അവിടത്തോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം സെഖര്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ദൈവജനങ്ങളെ കേൾപ്പിൻ. ബുക്ക് ഓഫ് സെഖര്യ ചാപ്റ്റർ 4 വേഴ്സസ് 1 to 14. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിന്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിന്റെ തലയ്ക്കുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലതുഭാഗത്ത് ഒന്നും ഇടതുഭാഗത്ത് ഒന്നും ഇങ്ങനെ 2 ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ, യജമാനനെ, ഇത് എന്താകുന്നു എന്ന് ചോദിച്ചു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട്, ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബ്ബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങൾ യഹോവ അരുളി ചെയ്യുന്നു. സെരുബ്ബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ എന്ന ആർപ്പോട് കൂടെ അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങൾ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? സർവഭൂമിയിലും ഊടടി ചൊല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട കണ്ട് സന്തോഷിക്കുന്നു. അതിന് അവൻ അവനോട്, വിളക്ക് തണ്ടിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള 2 ഒലിവ് മരം എന്താകുന്നു എന്ന് ചോദിച്ചു. ഞാൻ 2-ാം പ്രാവശ്യം അവനോട്, പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊന്നിറമായ എണ്ണ ഒഴുകുന്ന 2 ഒലിവ് കൊമ്പ് എന്തെന്ന് ചോദിച്ചു. അവൻ എന്നോട്, ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അതിന് അവൻ, ഈ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ചവസാനിക്കുന്നു.
Responsive reading, Psalms 27. The Lord is my light and my salvation. Whom shall I fear? The Lord is the stronghold of my life. Of whom shall I be afraid? When evildoers assail me to eat up my flesh, my adversaries and foes, it is they who stumble and fall. Though an army besiege me, my heart will not fear. Though war break out against me, even then I will be confident. One thing have I asked of the Lord, that I will seek after, that I may dwell in the house of the Lord all the days of my life, to gaze upon the beauty of the Lord and to inquire in his temple. For in the day of trouble he will keep me safe in his dwelling. He will hide me in the shelter of his sacred tent, and set me high upon a rock. And now my head shall be lifted up above my enemies all around me, and I will offer in his tent sacrifices with shouts of joy. I will sing and make melody to the Lord. Hear my voice when I call, Lord. Be merciful to me and answer me. You have said, seek my face. My heart says to you, your face, Lord, do I seek. Do not hide your face from me. Do not turn your servant away in anger. You have been my helper. Do not reject me or forsake me, God my Savior. For my father and my mother have forsaken me, but the Lord will take me in. Teach me your way, Lord. Lead me in a straight path because of my oppressors. Give me not up to the will of my adversaries, for false witnesses have risen against me, and they breathe out violence. I remain confident of this. I will see the goodness of the Lord in the land of the living. Wait for the Lord, be strong, and let your heart take courage. Wait for the Lord. Glory be to the Father, and to the Son, and the Holy Spirit. As it was in the beginning, now and ever shall be, world without end. ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള ദൈവവചനം കേട്ടുകൊള്ളുവിൻ. 1 Corinthians chapter 3 verses 10 to 15. എനിക്കു ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടുവരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടുവരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്നവിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെയത്രേ. ഇവിടെ 2-ാം വേദഭാഗം അവസാനിച്ചു. ഇന്നേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മാത്യൂസ് chapter 5 14 to 16 onwards. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്ര വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനെ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇവിടെ സുവിശേഷ വേദമാണ്.
ഇന്നേക്കുള്ള പ്രത്യേക പ്രാർത്ഥന. ബർത്ത്ഡേ മിസ്സിസ് പത്മാവതി സത്യദേവൻ. വെഡിങ് ആനിവേഴ്സറി ഡാനിയൽ എസ് ആൻഡ് സോസാമ ഡാനിയൽ. ഈ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരത്തിൽ അർപ്പിക്കാം. പ്രത്യേകിച്ച് കോവിഡ് ടെസ്റ്റ് നടത്തി കോവിഡ് പോസിറ്റീവായി റിസൾട്ട് ലഭിച്ചിരിക്കുന്ന ഡോക്ടർ റിനി സോളമനെ നമുക്ക് ഓർക്കാം. സൗഖ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നല്ല അനുഗ്രഹങ്ങളുടെയും ദാതാവായ ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹങ്ങളെല്ലാം അങ്ങയിൽ നിന്ന് വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അവിടുത്തെ മകളെ ആസ്വദിക്കുകയും അനുഗ്രഹിക്കുകയും രൂപാന്തരത്തിന്റെ പാതയിൽ നിലനിർത്തുകയും പുതിയ വർഷം സന്തോഷമായിരിക്കാൻ അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ. കുടുംബജീവിതത്തിന് നന്മകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ദമ്പതികളെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ അവിടുത്തെ കൃപയിൽ അങ്ങ് നടത്തിയല്ലോ, ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് റന്നി സോളമനെ ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. സൗഖ്യമാക്കുന്ന കരസ്പർശനം അവിടുത്തെ നമ്മൾ അനുഭവിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പലതരത്തിലുള്ള വേദനകളിലും ഭാരങ്ങളും ഇരിക്കുന്നവർ ഓർക്കുന്നു. അവിടുത്തെ ആശ്വാസത്തിന്റെ കരം അവരെ സ്പർശിക്കുകയും കൃപയിലങ്ങ് സൂക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായിരിക്കുന്നവർ ഓർക്കുന്നു, കിടരോഗികളെ ഓർക്കുന്നു, പ്രായം ചെന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് നിമ്മാന്റെ ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. അവർക്ക് നൽകിയ ആയുസിന്റെ വർധനവിനായി നന്ദിയോടുകൂടി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഞങ്ങളുടെ ബിൽഡിംഗ് പ്രോജക്റ്റിനെ സർവശക്തിയുള്ള ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. കർത്താവേ, മനസ്സലിയണമേ, കരുണയുണ്ടാകണമേ, പ്രവർത്തിക്കണമേ, ഇടപെടണമേ, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമേ. സ്വർഗത്തിലെ ഭണ്ഡാരം തുറന്ന് മതിയാവോളം ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെള്ളപ്പൊക്കത്തിന്റെ കെടുതിയാൽ തമിഴ്നാട്ടിലും കേരളത്തിലും മറ്റു പലയിടങ്ങളിലും ഭാരങ്ങൾ അനുഭവിക്കുന്നവരെ, ഒറ്റപ്പെട്ടു പോയവരെ, പലതും നഷ്ടപ്പെട്ടവരെ, ജീവൻ നഷ്ടപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. പ്രാർത്ഥനയുടെ കരത്തിൽ കർത്താവേ, അവിടുത്തെ കൃപയുടെ കരത്തിൽ അങ്ങ് താങ്ങിക്കൊള്ളണമേ, അവരെ അങ്ങ് ആശ്രദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് COVID-19 എന്റെ അസുഖത്തിന്റെ ഭാരത്താൽ ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, അനാഥരായ കുടുംബങ്ങൾ, ദുഃഖിക്കുന്ന കുടുംബങ്ങൾ എല്ലാം ഓർക്കുന്നു. കർത്താവേ, CSI മർത്തോമ, CNI ഐക്യം, ശുശ്രൂഷ, പട്ടക്കാർ, ജനങ്ങൾ എല്ലാവരെയും ഓർക്കുന്നു. കർത്താവേ, അങ്ങ് എല്ലാവർക്കും നാഥനാണ്, എല്ലാവർക്കും ദൈവമാണ്. തണ്ടിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ ശോഭിപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. What
നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകാശമായ ഞങ്ങളുടെ കർത്താവേ, അങ്ങ് പ്രകാശമായിരിക്കുന്നത് പോലെ ഞങ്ങളും പ്രകാശമായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ മഹനീയ സാന്നിധ്യത്തെ ഞങ്ങൾ ഓർക്കുന്നു. ആ സാന്നിധ്യത്തിൻ്റെ മുന്നിൽ ബലഹീനരായ ഞങ്ങൾക്ക് നിൽപ്പാൻ കഴിയുന്നില്ല. അവിടുത്തെ പുത്രൻ്റെ രക്തനിമിത്തം ഞങ്ങളെ നിൽക്കുമാറാക്കുവാൻ ദൈവം തന്നെ അവിടുത്തെ സ്നേഹത്തിലൂടെ ഇടപെട്ടതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ ചിന്തകളെ അനുഗ്രഹിക്കണമേ, സജീവമാക്കണമേ, പഠിപ്പിക്കണമേ, നന്മ കാണുവാൻ തക്ക ആത്മീയ പ്രകാശം ഞങ്ങൾക്ക് തരണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായ വിഷയം ലൈറ്റ് ഓൺ ദ ലാംപ് സ്റ്റാൻഡ്സ്. മാത്രമല്ല CSI CNI മർത്തോമ ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ദിവസം കൂടിയാണ് ഇന്ന് എന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പ്രകാശം ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രകാശമില്ലെങ്കിൽ ജീവനില്ല, ജീവിതമില്ല, ചൈതന്യമില്ല. ദൈവസൃഷ്ടിയിൽ ജീവൻ നിലനിർത്തുന്ന ഒരു പ്രാപഞ്ചിക യാഥാർത്ഥ്യമാണ് പ്രകാശം. അത് സൂര്യനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഈ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റാർച്ച്, ഈ സ്റ്റാർച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഇലകളുടെ പ്രവൃത്തി വളരെ വലുതാണ്. പക്ഷെ അതിൻ്റെ പിന്നിലെ ചൈതന്യം സൂര്യന്റെ പ്രകാശമാണ് എന്ന് നാം അറിയുന്നു. ദൈവത്തെ മനസ്സിലാക്കുന്ന ഒരടയാളമായി പ്രകാശത്തെ വേദപുസ്തകം ചിത്രീകരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിക്കുക, പ്രകാശത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന്. വൈദ്യശാസ്ത്രത്തിലും കണ്ടുപിടുത്തങ്ങളിലും ഫോട്ടോ എടുക്കുന്നതിലും പ്രത്യേകിച്ച് മെസ്സേജ് അയക്കുന്നതിലും ദൂരം അളക്കുന്നതിലും പിന്നെ സ്കാനിങ് ചെയ്യുന്നതിലും എക്സ്റേ എടുക്കുന്നതിലും ഒക്കെ പ്രകാശത്തിൻ്റെ സാന്നിധ്യം എത്രമാത്രം വലുതാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ് പ്രകാശത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും പ്രകാശത്തിലൂടെ നടക്കുന്ന സംഭവ വികാസങ്ങളും എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഇത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് അന്തമില്ലാത്ത രീതിയിൽ വളരെ വലുതായി പ്രകാശത്തെക്കുറിച്ചുള്ള വീക്ഷണം നീണ്ടുകിടക്കുകയാണ്. ഇതൊക്കെ ശാസ്ത്രലോകത്തിൽ ആയിരിക്കുന്ന വ്യക്തികൾക്കും നമുക്കും ഏറെക്കുറെ മനസ്സിലായിട്ടുള്ളത് ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ലൈറ്റ്, പ്രകാശം, ഇതിന് നാനാ അർത്ഥങ്ങളുണ്ട്. സൽപ്രവൃത്തികൾ, വിശുദ്ധം, ജ്ഞാനം,
ജീവൻ, കാഴ്ച എന്ന് തുടങ്ങി നാനാ അർത്ഥങ്ങൾ നമുക്ക് ഈ പ്രകാശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് പ്രകാശം വെറും പ്രകാശമായി മാത്രം ചിന്തിക്കാതെ അതിൻ്റെ ചില ശാഖകളിലൂടെ ഇത്തരണത്തിൽ ചിന്തിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. പരിശുദ്ധാത്മാവ് എനിക്കും നമുക്കും ആ ചിന്തയിലേക്ക് വളരുവാൻ തക്ക ശക്തിയും പ്രാപ്തിയും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിഷയത്തോട് യോജിച്ച അതിമനോഹരമായ ഒരു വചനം സങ്കീർത്തനത്തിലുണ്ട്. 27-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. ദാവീദ് പറയുകയാണ്, "The Lord is my light and salvation. Whom shall I fear? The Lord is my stronghold of my life. Of whom shall I be afraid?" യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ഭയത്തെ നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന, സംശയത്തെ നശിപ്പിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ദാവീദ് ഈ ദൈവിക പ്രകാശത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ പറയുന്നത്. യെസ്, യഹോവ പ്രകാശം തന്നെയാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 5-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രകാശത്തെക്കുറിച്ച് സാക്ഷിക്കുകയാണ്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. 6-ാം വാക്യത്തിൽ അവനോടുകൂടി കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. 7-ാം വാക്യത്തിൽ പറയുന്നത് അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് എന്ന് നാം വായിക്കുന്നു. അപ്പൊ ഈ കൂട്ടായ്മയുടെ ശക്തി നമുക്ക് ലഭ്യമാകുന്നത് ഈ സ്വർഗീയമായ പ്രകാശം, ഈ ദൈവത്തിൻ്റെ വെളിച്ചത്തിലൂടെയാണ് എന്ന് നാം ഗ്രഹിക്കുന്നു. മിക്ക മതങ്ങളിലും ആരാധനകളിൽ വിളക്കുകൾ തെളിയിക്കുന്നു, ധൂപം കാട്ടുന്നു. അതൊരു ദീപാവലിയൊക്കെ വിളക്കുകളുടെ ഉത്സവമാണ്. അപ്പൊ അതിന് വളരെ അർത്ഥമുണ്ട്. ക്ഷേത്രങ്ങളിലും യെരുശലേം ദേവാലയത്തിലും മറ്റാലയങ്ങളിലും ഇത് കത്തിക്കുന്നു. ആലയങ്ങളിൽ വിളക്ക് കത്തിക്കുന്നതിന് ഉപയോഗിക്കുന്ന എണ്ണയാണ് ഒലിവ് എണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എണ്ണ പ്രകാശമയമായി തീരുന്നു. എപ്പോഴും ആലയത്തിൽ വിളക്കുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ദൈവികമായ സാന്നിധ്യത്തിൻ്റെയും പരിശുദ്ധിയുടെയും സൂചനയായി നാം മനസ്സിലാക്കുന്നു. ആ രീതിയിൽ പ്രവാചകന്മാരും പുരോഹിതന്മാരും ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു എന്ന് നാം വേദപുസ്തകത്തിലൂടെ ഗ്രഹിക്കുന്നു. ദൈവവചനത്തെ തീയായും പ്രകാശമായും ബൈബിള് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യമായി പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഈ അഗ്നിനാവുകൾ കൂടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ ദൈവവചനത്തെ തീയായി പറഞ്ഞിരിക്കുകയാണ്. യിരെമ്യാ 23:29. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് പ്രവാചകൻ ചോദിക്കുന്നു. അതുപോലെ സങ്കീർത്തനം 119, 105 നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഞാൻ പറഞ്ഞതുപോലെ സമ്മിശ്രമായ അർത്ഥം അതിൻ്റെ ആശയമനുസരിച്ച് സാഹചര്യമനുസരിച്ചിട്ട് പ്രകാശത്തെക്കുറിച്ച് അല്ലെങ്കിൽ വെളിച്ചത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനായി സാധിക്കുന്നു. മോശയ്ക്ക് ദൈവം സാന്നിധ്യം നൽകിയപ്പോൾ സീനായിൽ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ജനം താഴ്വരയിൽ ശ്രദ്ധിച്ചപ്പോൾ ആ പ്രകാശമയത്തെ അവർക്ക് കാണാനായിട്ട് സാധിച്ചു. തീയിലും പ്രകാശത്തിലും ദൈവം എഴുന്നള്ളി വന്ന് മോശയോട് സംസാരിച്ചു എന്ന് നാം അറിയുന്നു. മാത്രമല്ല, മോശയെ ദൈവം വിളിച്ച സമയത്ത്, ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച സമയത്ത്, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ആ സാഹചര്യത്തിൽ ദൈവം മോശയെ വിളിച്ചപ്പോൾ മുൾപ്പടർപ്പ് കത്തുന്നതായി കണ്ടു. അപ്പൊ ആ തീയുടെ
ആ പ്രകാശത്തിന്റെ സാന്നിധ്യം നമുക്ക് അവിടെ മനസ്സിലാക്കാനായി സാധിക്കുന്നു. മുൾപ്പടർപ്പ് കത്തുന്നു, എന്നാൽ മുൾപ്പടർപ്പ് എരിയുന്നില്ല. ഇതെല്ലാം നമുക്ക് വളരെ പരിചയമുള്ള ഭാഗങ്ങളാണ്. മാത്രമല്ല, സമാഗമന കൂടാരത്തിൽ അകത്ത് എപ്പോഴും പ്രകാശമയമായിരുന്നു. എന്നാൽ പുറത്ത് ദൈവത്തിന്റെ പ്രകാശം മേഘത്തിലൂടെ വെളിപ്പെട്ടു വന്ന് അവരെ വഴി നടത്തിയതായിട്ടും നമ്മൾ വായിക്കുന്നു. രാത്രിയിലെ അഗ്നിസ്തംഭവും പകലുള്ള മേഘസ്തംഭവും ഒക്കെ ഈ ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കുമ്പോൾ നമുക്കത് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ വളരെ വിശാലമായ അർത്ഥത്തിൽ ഈ പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം നമ്മുടെ മനസ്സുകളിൽ, ധ്യാനത്തിൽ സജീവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. പിതാവ് പ്രകാശമാകുന്നു എന്ന് വചനത്തിലൂടെ നാം സമ്മതിക്കുമ്പോൾ അതേ പ്രകാശധാര യേശുവിനും ഉണ്ടായിരുന്നു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ കർത്താവിനെ കുറിച്ച് സുവിശേഷത്തിൽ യോഹന്നാൻ പറയുന്നത് ഇതാണ്: അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകാശത്തിന്റെ അർത്ഥം ജീവനും എന്നാണ്. എന്നാൽ ജീവൻ നിലനിർത്തണമെങ്കിൽ പ്രകാശം വേണം. ഇത് രണ്ടും പരസ്പരം പൂരിതമായിരിക്കുന്നു, പരസ്പരം ചേർന്നിരിക്കുന്നു. ലൈറ്റ് വാസ് ദ ലൈഫ് ഓഫ് മാൻ. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഡാർക്ക്നെസ് ഹാസ് നോട്ട് ഓവർകം ദ ലൈറ്റ്. ഇരുട്ടിന് അതിനെ പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ട്രൂ ലൈറ്റ് വിച്ച് എൻലൈറ്റൻഡ് എവരിവൺ. എല്ലാവരെയും എൻലൈറ്റൻ ചെയ്യുന്ന, പ്രകാശിപ്പിക്കുന്ന ആ സത്യ വെളിച്ചം. എന്നാൽ 6 മുതൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ശ്രദ്ധിച്ച സ്നാപയോഹന്നാൻ വെളിച്ചം അല്ല എന്നും യേശു എന്ന വെളിച്ചത്തിന്റെ സാക്ഷിയായിരുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, യേശു തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ 7 സേയിങ്ങിൽ, 7 ഡിക്ലറേഷൻസിൽ പറയുന്നുണ്ട്. എന്താണ്? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് സ്വയം വെളിപ്പെടുത്തി. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. പാപിയായ സ്ത്രീക്ക് പാവവചനം നൽകി മേലാൽ പാപം ചെയ്യരുത് എന്ന് ഉപദേശം നൽകിയതിനു ശേഷമാണ് ഈ പ്രഖ്യാപനം യേശുക്രിസ്തു നടത്തിയത്. മറ്റൊരു സാഹചര്യത്തിൽ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ കുരുടന് കാഴ്ച കൊടുക്കുന്നതിന് മുമ്പായിട്ട് യേശുക്രിസ്തു പറഞ്ഞു, ആസ് ലോങ് ആസ് ഐ ആം ഇൻ ദ വേൾഡ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ കാഴ്ചയെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ വെളിച്ചം, പ്രകാശം, ലൈറ്റ് എന്ന പദമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൗഖ്യ കാരണത്തിന് ഈ പ്രകാശം കാരണമായി തീരുമെന്ന് മലാക്കി പ്രവാചകൻ 4-ാം അധ്യായത്തിൽ നേരത്തെ കുട്ടി കാലേ കുട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇങ്ങനെ നാം വായിക്കുന്നു, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, വെളിപ്പാട് ദിവസം 21-ാം അധ്യായം 23-ാം വാക്യത്തിൽ, നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു എന്നും, തുടർന്ന് കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദ ഗ്ലോറി ഓഫ് ഗോഡ് ഗീവ്സ് ഇറ്റ് ലൈറ്റ്. ലാംപ് ഈസ് ദ ലാംപ്. LAMP ഈസ് ദി LAMB. ലാംപ് ഈസ് ദ ലാംപ് എന്ന് രേഖപ്പെടുത്തുന്നു. അപ്പൊ യേശുക്രിസ്തു പ്രകാശമാണ്, പിതാവായ ദൈവം പ്രകാശമാണ്. പിന്നെ മത്തായി സുവിശേഷത്തില് വരുമ്പോ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തിട്ട് അവരോടും പറയുന്നു നിങ്ങൾ പ്രകാശമാണെന്ന് പറയുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ടത്. യേശു തന്റെ ബിയാറ്റിറ്റ്യൂഡ്, ഭാഗ്യവചനങ്ങൾ പറയുന്നു. അതിനുശേഷം പറഞ്ഞ 2ാമത്തെ രൂപകമാണ് ഇന്നത്തെ ചിന്താവിഷയം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം എന്നുള്ളത് എന്ന് യേശുക്രിസ്തു പറയുന്നതിന് മുമ്പായി ഉപ്പിന്റെ ഉപമ പറയുന്നു. നിങ്ങൾ
ലോകത്തിന്റെ ഉപ്പാകുന്നു. അത് രേഖപ്പെടുത്തിയതിനു ശേഷം രണ്ടാമതായി പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വിളക്ക് ആകുന്നു എന്ന്. തൻ്റെ ജീവിതത്തിലൂടെയും ക്രൂശിൽ മരണത്തിലൂടെയും സ്ഥാപിക്കാൻ പോകുന്ന സഭയുടെ സവിശേഷതയെക്കുറിച്ച് ശിഷ്യന്മാരെ മുൻകൂട്ടി അറിയിക്കുകയാണ്. നാം ചിന്തിക്കുമ്പോൾ സഭ തുടങ്ങിയതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് വരികിലും യേശുക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ച സമയത്ത് തന്നെ സഭയുടെ ആരംഭം കുറിച്ചു എന്ന് പറയുന്ന വേദശാസ്ത്രജ്ഞന്മാരും ഉണ്ട്. അപ്പോൾ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ച് വേർതിരിക്കപ്പെട്ടവരെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സഭയിലേക്ക് ചേർക്കപ്പെടുവാൻ പോകുന്ന ശിഷ്യന്മാരെ അല്ലെങ്കിൽ ചേർന്ന് വന്നിരിക്കുന്ന ശിഷ്യന്മാരെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വിളക്കാകുന്നു എന്ന്. അപ്പം ദൈവം വെളിച്ചമാകുന്നു, പുത്രൻ വെളിച്ചമാകുന്നു, സഭ വെളിച്ചമാകുന്നു, സഭകൾ വെളിച്ചങ്ങളാകുന്നു എന്നും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിന്താവിഷയം ലൈറ്റ് ഓൺ ദ ലാംപ് സ്റ്റാൻഡ്സ് എന്നുള്ളതാണ്, തണ്ടിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക്. 1 തെസ്സലോനിക്കർ 5 വാക്യത്തിൽ നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു, നാം ഇരുളിനുള്ളവരല്ല എന്ന് പൗലൂസ് തെസ്സലോനിക്ക സഭയെ പഠിപ്പിക്കുന്നതായിട്ട് നാം അറിയുന്നു. പഴയ നിയമത്തില് നാം ശ്രദ്ധിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60 അധ്യായം 1 വാക്യത്തിൽ ഇസ്രായേൽ ജനത്തെ പ്രകാശമായിട്ട് ചിന്തിച്ചിരിക്കുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാര ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ വെളിച്ചമാണ്, ക്രിസ്തു വെളിച്ചമാണ്. യഹോവയിലൂടെ ക്രിസ്തുവിലൂടെ നാമും പ്രകാശമായി മാറുന്നു. വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനവും പ്രകാശമായി മാറുന്നു. നാം പ്രകാശത്തിന്റെ പ്രകാശം ലോകത്തിലേക്ക് പരത്തുന്ന മീഡിയമായി മാറുന്നു എന്നതാണ് പ്രധാന സാരം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇവരെ, ഈ വിളിച്ച സമൂഹത്തെ മലമേലിരിക്കുന്ന പട്ടണമായി സാദൃശീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മലമേലിരിക്കുന്ന പട്ടണം പ്രകാശമായിരിക്കുമ്പോൾ ചുറ്റുമുള്ളവർക്കെല്ലാവർക്കും ഈ പ്രകാശം ലഭ്യമാകുന്നു, ചുറ്റുപാടുകൾക്കും അതിനെ വീക്ഷിക്കുവാനായി സാധിക്കുന്നു. അതുകൊണ്ട് ഈ പ്രകാശത്തെ വ്യക്തമായി മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനും കണ്ടറിയുവാനും ആകർഷണീയമായിരിക്കുവാനും സാധ്യത ഉണ്ടാകുന്നു. സഭ വിളക്കായതുകൊണ്ട് അത് പറയും കീഴിൽ വയ്ക്കേണ്ട ഒന്നല്ല, മറച്ചു വയ്ക്കേണ്ട ഒന്ന് അല്ല. അതൊരു മുകളിൽ ഒരു ബാസ്ക്കറ്റിൽ അത് പൊക്കി ഉയർത്തി വെക്കേണ്ടതാണെന്നാണ് അതിൻ്റെ സാരം. അത് കത്തിച്ചു വെച്ച് തണ്ടിന്മേൽ വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ തണ്ടിന്മേൽ വെച്ചാൽ മറ്റുള്ളവർക്ക് അത് പ്രകാശമായി തീരും എന്ന് നാം ഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്ന പ്രകാശത്തിന്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് സഭയുടെ നല്ല പ്രവൃത്തികളാണ്. ഇത് മറ്റുള്ളവർ കണ്ട് നേരിട്ട് മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുക്കണം. ചുരുക്ക ഭാഷയിൽ പറഞ്ഞാൽ സഭയുടെ സൽപ്രവൃത്തികൾ ദൈവത്തിന് മഹത്വകരമായി തീരുവാൻ കാരണമായി തീരണം എന്നുള്ളതാണ്. ആ സൽപ്രവൃത്തിയുടെ പഠനവും വ്യാഖ്യാനവുമാണ് മത്തായി സുവിശേഷം 5 അധ്യായം 6 അധ്യായം തുടങ്ങിയ 7 അധ്യായത്തിലൊക്കെ ഇങ്ങനെ വിവരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ സഭയുടെ പ്രകാശമായി തീരണം. അത് കള്ള ലൈറ്റുകൾ കൊണ്ടും പ്രത്യേകിച്ച് ക്രിസ്മസ് ആഘോഷം നടത്തുമ്പോൾ കുറച്ച് പ്രകാശമയമായി തീരുന്ന ഒരനുഭവമല്ല. ഈ പ്രകാശം ജീവിതത്തിന്റെ അനുഭവമായി തീരണം. ഈ പ്രകാശം മറച്ചു വെക്കാനുള്ള ഒന്നല്ല, ബാസ്ക്കറ്റിനടിയിലോ അല്ലെങ്കിൽ പറക്കിന്റെ കീഴെയോ മറച്ചു വെക്കേണ്ട ഒന്നല്ല. ഈ പ്രകാശം ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. ഈ പ്രകാശം എന്ന് പറയുന്നത് സഭയുടെ സൽപ്രവർത്തികളാണ്. അതിങ്ങനെ പ്രകാശിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ അത് ദൈവിക പ്രകാശമായി ജനത്തിന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് സാരം. 1 കൊരിന്ത്യർ 3 അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമുക്കിന്ന് ലേഖന ഭാഗത്തിൽ ചിന്തിക്കുവാനുള്ളത്. ആലങ്കാരികമായ ഭാഷയിൽ സഭയെക്കുറിച്ച് ചിന്തിച്ചാൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുവാണ്. അതിന്റെ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് യേശുവാണ്. അതിന്റെ മൂലക്കല്ല് എന്ന് പറയുന്നത് യേശുവാണ്. ഈ അടിസ്ഥാനത്തിന്മേലാണ് നമ്മയെല്ലാം പണിതിരിക്കുന്നത്. അപ്പോ നമ്മൾ ഏത് കൊണ്ടാണ് പണിതിരിക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മുടെ ബലം മനസ്സിലാക്കാനായി സാധിക്കും. അതനുസരിച്ചിട്ട്
ശോധന ചെയ്തു വരുമ്പോൾ, തീ കൊണ്ട് ശോധന ചെയ്തു വരുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരും. അത് വൈക്കോൽ കൊണ്ടാണോ, പുല്ലുകൊണ്ടാണോ, അല്ലെങ്കിൽ നല്ല ഉറപ്പുള്ള സിമെന്റ് കൊണ്ടാണോ, എന്തുകൊണ്ടാണ്, ഏത് ആദർശത്തിന്മേലാണ് അത് പണിതിരിക്കുന്നതെന്ന് വ്യക്തമായി വെളിപ്പെട്ട് വരുമെന്ന് ഇവിടെ എഴുത്തുകാരനായ പൗലൂസ് രേഖപ്പെടുത്തുകയാണ്. അപ്പോ നല്ല പ്രവൃത്തികൾ കൊണ്ട് പണിതാൽ അത് നിലനിൽക്കും, അത് ദൈവത്തിന്റെ ശോധനയിൽ വെന്തുപോകുകയില്ല. അല്ലാത്ത സാഹചര്യത്തിൽ പണിതുയർത്തിയാൽ അത് നിലനിൽപ്പില്ല എന്നുള്ള ഒരു ബോധ്യമാണ് ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന്റെ സഭ ദൈവിക പ്രവൃത്തികളാലും ദൈവിക സ്വഭാവത്താലും ചൈതന്യമായിരിക്കണം, ആകർഷണമായിരിക്കണം. അത് ദൈവം പരിശോധിക്കും, നല്ലത് നിലനിൽക്കും, ഇല്ലാത്തത് നശിക്കും എന്നുള്ള ഒരു വാണിംഗ് ഈ വേദഭാഗത്തിലൂടെ നാം ഗ്രഹിക്കുന്നു. നമ്മൾ സഭയെക്കുറിച്ച് ചിന്തിച്ചാൽ ധാരാളം കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ 7 സഭകൾ അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ഈ 7 സഭ 7 നിലവിളക്കുകളായിട്ടാണ് ആലങ്കാരിക ഭാഷയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കതിന്റെ പ്രാധാന്യം മനസ്സിലാവും. അതിന്റെ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നിലവിളക്കുകളുടെ മധ്യത്തിൽ തേജസ്വീകരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നു. 7 സഭകളിലും യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഈ 7 സഭകളും വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ലോകത്തിലുള്ള എല്ലാ സഭകളെയും ഉദാഹരിക്കുന്നു എന്നുള്ളതാണ്. CSI, CNI, മർത്തോമ സഭകളുടെ ഐക്യം ഒരു തലത്തില് അവർക്ക് വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും എല്ലാം ഐക്യപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാറ്റിലുമുണ്ട്. CSI മർത്തോമ സഭ ഒരു കൺസീലിയർ യൂണിറ്റിയാണ്. അവരെ ആചാരങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു, നമ്മുടെ ആചാരങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു. ആ ആരാധന നടത്തുവാൻ നമ്മുടെ പുരോഹിതന്മാർക്കും ജനത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ നമ്മുടെ ആരാധന നടത്തുവാൻ അവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ രീതിയിൽ ഐക്യപ്പെട്ടിരിക്കുന്നു. ഈ എല്ലാ സഭയുടെയും നടുവിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7 സഭകളുടെ നടുവിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു യേശുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഈ സഭകളുടെ മധ്യത്തിലും യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നാം അറിയുന്നു. 7 സഭയിലെ ദൂതന്മാരെ അഥവാ സഭ അധ്യക്ഷന്മാരെ യേശുക്രിസ്തുവിന്റെ വലങ്കരത്തിലെ നക്ഷത്രങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സഭയില് യേശു സാന്നിധ്യം നൽകുക മാത്രമല്ല, ഈ 7 നിലവിളക്കുകളുടെ പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിന്ന് സാന്നിധ്യം നൽകുക മാത്രമല്ല, സഭാ ശുശ്രൂഷകന്മാരെ തന്റെ വലങ്കരത്തിൽ വഹിച്ചിരിക്കുന്നു. അതിന്റെ വ്യാഖ്യാനം തന്നെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സഭ ആകർഷകമായും മാത്രമല്ല, സഭ ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ സജീവത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സഭയെ യേശു തിരുത്തുന്നു, സഭയെ യേശു ഉപദേശിക്കുന്നു, സഭയുടെ മധ്യത്തിൽ യേശുക്രിസ്തു ഉണ്ട്, സഭയെ യേശുക്രിസ്തു നവീകരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായവും 3-ാം അധ്യായവും നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് വായിക്കാൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഒടുവിലായി സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുടെ ദർശന സ്വഭാവത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. സെഖര്യാവിനെ ദൂതൻ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ ഉണർത്തി ദർശനം കൊടുക്കുകയാണ്. ഒരു വിളക്കിന്റെ ദർശനമാണ് അവിടെ കൊടുക്കുന്നത്. പൊന്നുകൊണ്ടുള്ള വിളക്ക്, അത് ഒരു തണ്ടിൽ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുകയാണ്. അതിന്റെ മുകളിലായിട്ട് ഒരു കുടം അതിമനോഹരമായി രൂപപ്പെട്ടിരിക്കുന്നു. കുടത്തിന്റെ മുകളിൽ 7 വിളക്ക് സ്ഥാപിച്ചിരിക്കുന്നു. ഈ വിളക്കുകളിലേക്ക് എണ്ണ വരുന്നതിലേക്ക് വേണ്ടി 7 കുഴലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതിനരികെ ഈ കുടത്തിന്റെ വലത്തും ഇടത്തുമായി 2 ഒലിവ് മരങ്ങളും ഇങ്ങനെ കൊത്തി പണിതിരിക്കുന്ന മനോഹരമായ ഒരു ദർശനം. ഒരു ദൈവത്തിൽ നമ്മളത് ചിന്തിക്കുമ്പോൾ ഒന്നിൽ തന്നെ 7 ഇങ്ങനെ നിൽക്കുന്നതായ ഒരു ദർശനം. മാത്രമല്ല, ഇതിന് 7നും എണ്ണ പകരുന്നത് ദൈവമാണ്. അതിലേക്ക് വേണ്ടി ദൈവം എണ്ണയും പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദർശനം. എന്നാൽ ഇവിടെ ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതൻ തന്നെ മനസ്സിലാക്കി കൊടുത്ത ചില ദർശന ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഈ ദർശനം എന്താണെന്ന് സെഖര്യാവിന് അറിഞ്ഞുകൂടാ, മനസ്സിലായില്ല. അവൻ ദൂതനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. ദൂതൻ പറയുന്നു,
ഇത് സെറുബാബേലിനോട് യഹോവയുടെ അരുളപ്പാട്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിലത്രേ എന്ന് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുന്നു. സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു. 6-ാം വാക്യം. മാത്രമല്ല വീണ്ടും, സെറുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന് ആർപ്പോടെ അവൻ ആണിക്കല്ല് കയറ്റും. തുടർന്ന് തൂക്കുകെട്ടെ കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോ സെറുബാബേല് ചെയ്യാനുള്ള ഒരു പ്രവൃത്തി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ പ്രവൃത്തി അതിനെ വിളക്കായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ വിളക്ക് സഭയെ കുറിക്കുന്നു. ഈ വിളക്ക് സഭയായിട്ട് ചിത്രീകരിക്കുന്നു. വിളക്ക് തണ്ടിന്റെ കുടത്തിൽ ഇടത്തും വലത്തും 2 ഒലിവ് മരങ്ങളുണ്ട്. പൊന്നുകൊണ്ടുള്ള 2 കൊത്തുപണി, ഒലിവ് മരത്തിന്റെ കൊത്തുപണി ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇത് എണ്ണ തരുന്ന 2 വൃക്ഷങ്ങൾ, 2 ശാഖകളാണ്. കാരണം ഒലിവെണ്ണയാണ് വിളക്ക് കത്തിക്കാനായി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിങ്ങനെ ചേർത്ത് പണിതിരിക്കുന്നു. ഇതിന് ശേഷം നമ്മൾ വായിക്കുന്നു, ഇവർ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന 2 അഭിഷക്തന്മാരാണ്. 2 അഭിഷക്തന്മാരെ പ്രതിനിധീകരിച്ചാണ് ഈ ഒലിവിന്റെ കൊമ്പ് ഇങ്ങനെ വലത്തും ഇടത്തുമായിട്ട് പണിതിരിക്കുന്നത്. വ്യാഖ്യാതാക്കൾ പറയുന്നതനുസരിച്ചിട്ടും ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും ഇത് 2 വ്യക്തികളാണ്. ഗവർണറായ സെറുബാബേലും, അദ്ദേഹം ദാവീദിന്റെ വംശക്കാരനാണ്, പുരോഹിതനായ യോശുവയും. ഇവർ ആലയം പണിയും എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആലയം പണിയുകയും ജനത്തിന്റെ മധ്യത്തിൽ ആശ്വാസം പുനഃസ്ഥാപിക്കുകയും ചെയ്യും എന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആലയം വിളക്കാണ്. ദൈവത്തിന്റെ ആലയം അത് വ്യത്യസ്തതകളുണ്ട്. പല ഭാഗത്തും 7 ഭാഗങ്ങളായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. 7 പൂർണ്ണതയും ആരാധനയും കുറിക്കുന്ന ഒന്നാണ്. അതിനെക്കുറിച്ച് ഞാൻ വ്യാഖ്യാനിക്കുവാനായി ശ്രമിക്കുന്നില്ല. ഒരു വിളക്ക് തണ്ട്, അതിൽ 7 ശിഖരം, 7 പ്രകാശം പകരുന്നു. 7 ദിശകളിലേക്ക് പ്രകാശം പകരുന്നു. 7 വ്യത്യസ്തതകൾ നമുക്ക് ഇതിലൂടെ നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നു. പക്ഷെ ഈ വിളക്ക് തെളിക്കുന്നത് സൈന്യത്താലും ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ കൃപയാൽ അത് ഉയർന്നു നിൽക്കുന്നു. ദൈവം അതിനെ ഉയർത്തുന്നു, പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ്. CSI സഭയായാലും മത്തോമ സഭയായാലും CNI സഭയായാലും അത് ഉയർന്നു നിൽക്കുന്നത് ദൈവം ഉയർത്തി നിർത്തിയത് കൊണ്ടാണ്. അതിന്റെ മധ്യസ്ഥൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അതിന്റെ ശുശ്രൂഷകർ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കരത്തിൽ, വലതു കരത്തിൽ സുരക്ഷിതമായിരിക്കുന്ന ഒന്നാണ്. അപ്പൊ ഈ വ്യത്യസ്തതകളെ നമ്മൾ അറിയുകയും ഒന്നായി തീരുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് ഈ വിളക്കുകളെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലും പ്രത്യേകിച്ച് ഇന്ന് വായിച്ച ഭാഗത്തും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ദൈവം വെളിച്ചമാണ്, യേശുക്രിസ്തു വെളിച്ചമാണ്, ദൈവത്തിന്റെ വചനം വെളിച്ചമാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവര് വെളിച്ചമാണ്, പ്രകാശമാണ്, സഭ വെളിച്ചമാണ്. അങ്ങനെ സഭ ശോഭാപൂരിതമായി തീരും. പക്ഷെ സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വയമായിട്ട് പ്രകാശിക്കുവാൻ സാധിക്കുന്നില്ല. ദൈവം അതിൽ പ്രകാശിക്കുന്നത് കൊണ്ട് നമ്മളും പ്രകാശിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പ്രകാശമായി തീർന്നില്ല എങ്കിൽ ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നില്ല. സഭ പ്രകാശമായി തീരുന്നില്ല എങ്കിൽ സഭയുടെ പ്രവൃത്തികൾ ലോകത്തിന് മനസ്സിലാക്കാനായി സാധിക്കുന്നില്ല. ഈ ദൈവത്തിന്റെ പ്രവൃത്തി ലോകത്തിൽ പ്രകാശിക്കുവാൻ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാവനമായ ധർമ്മസ്ഥാപനമാണ് സഭ എന്ന് പറയുന്നത്. അത് എപ്പോഴും പ്രകാശമയമായിരിക്കണം എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പ്രകാശമയമായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പ്രകാശമാക്കി തീർത്തിരിക്കുന്ന, പ്രകാശമയമാക്കി തീർത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ശോഭാപൂരിതമായി തീരണമെന്നും മലമേലിരിക്കുന്ന പട്ടണം പോലെ ശോഭിക്കണമെന്നും
മറ്റുള്ളവർക്ക് ആകർഷണീയമായിരിക്കണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നു. അതിലേക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുന്നു. ദൈവം പ്രകാശമാണ് കർത്താവേ, യേശുവും പ്രകാശമാണ്. ഇരുട്ടിന് അങ്ങയിൽ സ്ഥാനമില്ല കർത്താവേ. അങ്ങ് ഞങ്ങളിൽ വരുമ്പോൾ ഞങ്ങളുടെ അന്ധകാരവും മാറിപ്പോവും എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് കാഴ്ചയുണ്ടാകും, ഉൾക്കാഴ്ചയുണ്ടാകും, ബോധമുണ്ടാകും, സൽപ്രവൃത്തികൾ ചെയ്യും കർത്താവേ. ജീവനുണ്ടാകും, ലോകത്തിന് ജീവനുണ്ടാകും കർത്താവേ. അതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു കർത്താവേ. വ്യത്യസ്തതകളുള്ള സഭയെ ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സഭ 7 സഭയും വ്യത്യസ്തതകളുള്ളതാണ്. പക്ഷെ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. മത്തോമ CSI CNI സഭ, പ്രത്യേകിച്ച് CSI സഭ വ്യത്യസ്തതകളുടെ ഐക്യമാണ് കർത്താവെ. അതുകൊണ്ട് വ്യത്യസ്തതകളെ അംഗീകരിപ്പാനും അതിലെല്ലാം ദൈവം പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിപ്പാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ സഭയിൽ ദൈവം തിരുത്തലുകൾ നടത്തുന്നു. കാലക്രമത്തിൽ ദൈവം തിരുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളെ തിരുത്തുന്നല്ലോ. ഞങ്ങൾ പ്രകാശമയമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ സഭയിൽ പകർന്നു തരണമേ എന്ന് ഞങ്ങളെക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൽ ദൈവം പ്രവർത്തിക്കണമേ കർത്താവെ. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണമേ എന്ന് ഞങ്ങളെക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനോടെ മരിച്ചവരെ ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. മനസ്സലിവുള്ളവനും സ്നേഹസമ്പൂർണനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇത്രത്തോളം നിങ്ങൾ നിന്ന് അനുഭവിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സർവശക്തനും നീതിമാനുമായി ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കരുണയുള്ള കർത്താവേ, ഈ സമയം വരെ നീ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങളുടെ കുടുംബത്തെ കരുണയോടെ കടാക്ഷിക്കണമേ. കഴിഞ്ഞ രാത്രിയിൽ നീ ഞങ്ങൾക്ക് നൽകിയ നല്ല ഉറക്കത്തിനു വേണ്ടിയും സ്വസ്ഥതയ്ക്കു വേണ്ടിയും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നേ ദിവസം നിന്റെ വിശുദ്ധ ആലയത്തിൽ കൂടിയിരുന്ന് ആരാധിക്കുന്നതിന് ഞങ്ങൾക്ക് ആവതില്ല. എങ്കിലും ഞങ്ങൾ വീടുകളിലിരുന്ന് അപ്പച്ചനെ ആരാധിക്കുവാൻ തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അച്ഛനെയും കൊച്ചമ്മയും ചെറിയച്ഛനെയും സഭയിലുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകയാൽ മെമു ആൻറ്റി, ലിൻസിയുടെ പേരൻസ്, ആൽഫ്രഡ് അങ്കിൾ, കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്ന റിനി ചേച്ചിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അസുഖമെല്ലാം മാറി സുഖപ്പെടുവാൻ അവിടുന്ന് കൃപയരുളണമേ. സർവശക്തിയും കാരുണ്യവാനുമുള്ള കർത്താവേ, ഞങ്ങളുടെ വൈദികൻ നീ മാത്രമാകുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ, യൂത്ത് ഫെലോഷിപ്പ്, വുമൻസ് ഫെലോഷിപ്പ്, കൊയർ, ചർച്ച് കമ്മിറ്റി, ബിൽഡിംഗ് കമ്മിറ്റി എന്നിവയെല്ലാം ശരിയായ രീതിയിൽ നടത്തപ്പെടുവാൻ സഹായിക്കണമേ. വെള്ളപ്പൊക്കത്താൽ ദുരിതങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആശ്വാസം കൊടുക്കണമേ. കാലാവസ്ഥയെല്ലാം അനുകൂലമായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദേവാലയത്തിലെ പണിയെല്ലാം പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കുവാൻ കൃപ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെയും ഉറവയാകുന്ന ദൈവമേ,
ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ ആജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിക്കുവാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുൻപാകെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളെ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകുമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. Glory be to God. Welcome one and all in the precious name of our Lord and Savior, Jesus Christ. Let us thank the Lord for His providence and all other blessings He's been bestowing upon us. Prayers are requested for Mrs. Rennie Solomon, who is COVID positive. Kindly pray for her early and speedy recovery. Also, pray for the church building project and all the facets of our church. Do not forget the year-ending programs of our church as well in your daily prayers. Please clear all your dues, subscription or harvest festival dues at the earliest. Thank you Achan and family, Riju and family for helping us bring this worship together. God bless us all. Thank you. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ആശീർവാദം കൈക്കൊള്ളാം. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് ദുർഗം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നമുക്കെല്ലാവർക്കും കൃപയേറുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തി നമുക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Christ